ദിസ് ഈസ് നിഷ. ഇന്ന് നമുക്കൊരു വാൾ ഡെക്കർ ചെയ്താലോ? വാ കാണാം. ഇതൊരു 18x12 MDF ബോർഡാണ്. ഇതിലേക്ക് ആദ്യമേ നമ്മൾ പെൻസിൽ കൊണ്ട് നമുക്ക് എന്ത് ചിത്രമാണോ വരയ്ക്കേണ്ടത് അതിൻ്റെ സ്കെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇവിടെ വാൾപുട്ടി പേസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബ്രാൻഡ് ഗ്രനോട്ടോണിൻ്റെ വാൾപുട്ടി പേസ്റ്റാണ്. പക്ഷേ നമ്മൾ ഡയറക്റ്റ്ലി വാൾപുട്ടി പേസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ക്രാക്ക് വീഴും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ പേസ്റ്റ് എടുക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഒരു 1 പാർട്ട്, ഇപ്പോൾ 3 പാർട്ട് പുട്ടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 1 പാർട്ട് വൈറ്റ് ഗ്ലൂ, അതായത് നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വരച്ചിരിക്കുന്ന പിക്ചറിൻ്റെ മുകളിലേക്ക് ആ ടെക്സ്ചർ നമുക്ക് അപ്ലൈ ചെയ്ത് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം. എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല, അതുകൊണ്ടാണ് ഇവിടെ മുതൽ കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ബോർഡ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഞാനിവിടെ 2 കോട്ട് അക്രിലിക് പെയിൻ്റാണ് ഇവിടെ അടിച്ചിരിക്കുന്നത്. അതിന് പകരം നമുക്ക് ബോർഡ് ഫസ്റ്റ് ജെസ്സോ വെച്ച് അപ്ലൈ ചെയ്ത് ജെസ്സോ അപ്ലൈ ചെയ്ത് കംപ്ലീറ്റ് ഡ്രൈ ആയ ശേഷം ഈ ടെക്സ്ചർ വരച്ച് ഷേപ്പ് വരച്ച് ടെക്സ്ചർ നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഞാനിത് 2 കോട്ട് അടിച്ചാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ബോർഡ് ജെസ്സോ അപ്ലൈ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ക്വാളിറ്റിയും ഫിനിഷിങ് കറക്റ്റ് ആവാനും അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനിതിവിടെ 2 കോട്ട് കൊടുത്തിട്ടുണ്ട്. 2 or 3 കോട്ട് നിങ്ങളുടെ ബോർഡിൻ്റെ പെയിൻറ്റിൻ്റെ തിക്നെസ് അനുസരിച്ച് ബോർഡ് നമുക്ക് വിസിബിൾ ആവാത്ത രീതിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഞാനിവിടെ 2 കോട്ട് കൊടുത്തപ്പോൾ എൻ്റെ ബോർഡിൻ്റെ എനിക്കൊരു നല്ല ഫിനിഷിങ് കിട്ടി. അതുകൊണ്ട് ഞാനിവിടെ 2 കോട്ടാണ് കൊടുത്തത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസൊക്കെ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കാമേ. 2 കോട്ട് പെയിൻ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യത്തെ കോട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് ഡ്രൈ ആകാൻ അനുവദിക്കുക. അതിനുശേഷം 2ാമത്തെ കോട്ട് എടുക്കുക. അന്നേരമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഫിനിഷിങ് കിട്ടുക. ഇത് അതിന് ശേഷം കംപ്ലീറ്റ് ഞാൻ കൊടുത്ത ടെക്സ്ചറൊക്കെ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം അതൊരു ദിവസം ഈ പുട്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളൊരു 24 hours എങ്ങനെയാണെങ്കിലും വെക്കേണ്ടി വരും. അതിന് ശേഷമേ അത് നന്നായിട്ട് ഡ്രൈ ആവത്തുള്ളൂ. പിന്നെ നമ്മുടെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ക്ലൈമറ്റ് പോലെ ഇരിക്കും. നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും, നല്ല ചൂടുള്ള സമയമാണെങ്കിൽ. പിന്നെ ഇത് വെയിലത്തൊന്നും കൊണ്ടുപോയി വെച്ച് ഉണക്കരുത്, നമ്മുടെ ഷെയ്ഡിൽ തന്നെ വെച്ച് ഉണക്കാൻ ശ്രമിക്കുക. വെയിലത്തൊക്കെ വെക്കുന്ന സമയത്ത് കൂടുതൽ ചൂടടിക്കുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്, ക്രാക്സ് വീഴും അത് ഡ്രൈ ആയിട്ട് വരുമ്പോഴേക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു തണലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം മൊത്തം നമ്മൾ ഏത് കളറാണോ കൊടുക്കുന്നത്, ഞാനിവിടെ വൈറ്റിൻ്റെ കൂട്ടത്തിൽ സ്കൈ ബ്ലൂ ലൈറ്റായിട്ട് ചേർത്ത് അതാണ് അപ്ലൈ ചെയ്യുന്നത്. അത് നമുക്ക് ഏത് പെയിൻറ്റും നമ്മൾ 2 കോട്ട് കൊടുത്തു കഴിയുമ്പോഴാണ് അതിനൊരു കറക്റ്റ് ഫിനിഷിങ് വരിക. ഒരു 1 കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നമ്മൾ വിചാരിക്കുന്ന അത്രയും ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. അപ്പോൾ ഏത് കോട്ടും ഏത് പെയിൻ്റ് അടിക്കുകയാണെങ്കിലും നമ്മൾ 2 കോട്ട് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരു കോട്ട് കൊടുത്ത് അത് ഡ്രൈ ആയതിന് ശേഷം 2ാമത്തെ കോട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഒന്ന് ഡ്രൈ ആകാനുള്ള സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഡ്രയറൊക്കെ വെച്ച് നമുക്കൊരു ഫാസ്റ്റ് ഡ്രൈയിങ് എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത പെയിൻറ്റ് നമുക്ക് 2ാമത് അടിക്കുന്ന സമയത്ത് പൊളിഞ്ഞു പോരുകയില്ലാത്തതുപോലെ ഒരു കണ്ടീഷനിലേക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് 2ാമത്തെ കോട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇത് നമ്മൾ മൊത്തത്തിലൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കുക. പിന്നെ നമ്മളിങ്ങനെ പെയിൻ്റ് അടിക്കാൻ ചൂസ് ചെയ്യുന്ന ബ്രഷാണ്, നമ്മളിങ്ങനെ ഒരു പരന്ന ഫ്ലാറ്റ് സർഫസിൽ നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ എപ്പോഴും ഫ്ലാറ്റ് ബ്രഷസാണ് നല്ലത്. പിന്നെ റൗണ്ട് ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സമയവും കുറച്ച് കൂടുതലെടുക്കും, നമുക്ക് ആ ഒരു കറക്റ്റ് ഫിനിഷിങ്ങിലേക്ക് വരത്തില്ല. നമ്മളിങ്ങനെ ഒരു കൂടുതൽ ഏരിയ കവർ ചെയ്ത് പെയിൻറ്റ് ചെയ്യാൻ എപ്പോഴും ഫ്ലാറ്റ് ബ്രഷാണ് നല്ലത്. നമുക്കിവിടെ ഭയങ്കര തിക്ക് ഡാർക്ക് ബ്ലൂവിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ബ്ലൂ ഷെയ്ഡ് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു വേവ്സിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ ഫീൽ ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് കൂടെ വൈറ്റ് എക്സ്ട്രാ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹെയറിന് ബ്ലാക്ക് കളർ കൊടുക്കും. അതും 2 കോട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്.
അതിനുശേഷം നമുക്ക് ഒരു ഗോൾഡൻ സർക്കിൾ, നമ്മളൊരു ഓറയുടെയൊക്കെ ഒരു ഫീൽ വരുത്താൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ സ്ട്രക്ചർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കൊടുത്ത ഗോൾഡൻ സർക്കിൾ കുറച്ച് കുഞ്ഞായതുപോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ രണ്ടാമത് ആ സർക്കിൾ കുറച്ചുകൂടി വലുതാക്കി ഒരു വലിയൊരു ഗോൾഡൻ ഷേപ്പ് വരുത്തി കേട്ടോ. നമ്മുടെ നെക്കിൻ്റെ ഭാഗം മുതൽ മുകളിലോട്ട് വരുന്ന രീതിക്ക് കുറച്ചുകൂടി വലിയൊരു സർക്കിളാക്കി. ഇനി നമുക്ക് പെയിൻ്റൊക്കെ നന്നായി ഡ്രൈ ആയതിനു ശേഷം റെസിൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. റെസിൻ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് വാർണിഷ് വെച്ച് ലോക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ കുറച്ചുകൂടി ഒരു ഷൈനിങ് ആയിട്ട് ഗ്ലോസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് റെസിൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതും ഗ്രാനൈറ്റോണിൻ്റെ റെസിനാണ്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതിൽ ഞാൻ വേറെ ഡിഫറെൻറ്റ് ബ്രാൻഡിൻ്റെ റെസിൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് ഗ്രാനൈറ്റോണിൻ്റെയാണ്. പക്ഷേ ഇതിന് വർക്കിംഗ് ടൈം കുറച്ച് കുറവാണ്. ഒരു 10-20 മിനിറ്റിനുള്ളിൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് കുറച്ച് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് കട്ട പിടിച്ച് തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മളിത് തീർക്കണം എന്ന് മാത്രം. പക്ഷേ സെറ്റായി കഴിയുമ്പം കറക്റ്റായിട്ട് നമ്മൾ ഈക്വലായിട്ട് ലെവൽ ചെയ്ത് നല്ല വൃത്തിക്ക് സെറ്റായിട്ട് കിട്ടും. ഇപ്പം ഗ്രാനൈറ്റോണിൻ്റെ റെസിനാണ്. റെസിൻ 2:1 റേഷ്യോയിലുള്ള റെസിനാണിത്. അതായത് റെസിൻ 2 പാർട്ടും ഹാർഡ്നർ 1 പാർട്ടും. ഇപ്പം നമുക്ക് മെഷറിംഗ് കപ്പ് ഇത് സാധാരണ ഇത് വെയിങ് മെഷീനിലാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. പക്ഷേ വെയിങ് മെഷീൻ ഇല്ലാത്തവർക്ക് മെഷറിംഗ് കപ്പ് എടുത്താൽ മതി. അപ്പം ഇപ്പോൾ ഒരു 1 സെൻറ്റിമീറ്റർ ഒരു 5 ml ലെവലിൽ നമ്മൾ 5 ml നമ്മൾ ഹാർഡ്നർ എടുക്കുകയാണെങ്കിൽ 10 ml റെസിൻ എടുക്കണം. അതാണ് അതിൻ്റെ റേഷ്യോ. 2:1 നമ്മൾ എടുക്കുന്നതിൻ്റെ റെസിൻ എടുക്കുന്നതിൻ്റെ നേർപകുതി ഹാർഡ്നർ. ഡിഫറെൻറ്റ് റേഷ്യോയിലുള്ള റെസിനും അവൈലബിൾ ആണ്. എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് 2:1 റേഷ്യോയിലുള്ള ഗ്രാനൈറ്റോണിൻ്റെ റെസിനാണ്. ഇനി അതിലേക്ക് നമ്മളൊരു ബ്ലൂ കളറിൻ്റെ ഒരു ഷെയ്ഡ് വരുത്താൻ വേണ്ടിയിട്ട് റെസിൻ പിഗ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് അക്രിലിക് കളേഴ്സ് റെസിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. അപ്പോൾ റെസിൻ പിഗ്മെൻറ്റ്സ് ആയിട്ടുണ്ട് റെസിനകത്ത് ഉപയോഗിക്കുന്ന കളറ്. അത് പൗഡറായിട്ടും കിട്ടും, ലിക്വിഡ് ഫോമിലുള്ളതും കിട്ടും. ഞാൻ ലിക്വിഡ് ഫോമിലുള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ചെറിയൊരു ഭാഗം മതി, അതിന് നല്ല കളർ എഫക്റ്റ് നമുക്ക് കിട്ടും. ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്താൽ തന്നെ നല്ലൊരു കളർ നമുക്കതിലേക്ക് കിട്ടുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒപ്പേക്കാണ്. ഒപ്പേക്കും ഉണ്ട്, ട്രാൻസ്പെറൻറ്റും ഉണ്ട്. നമുക്ക് അപ്പുറം വശം കാണാൻ പാടില്ലാത്ത രീതിയിൽ, അതായത് നമുക്ക് തിക്കായിട്ടുള്ള നമ്മുടെ ബാക്ക് സൈഡ് കാണിയല്ല, അങ്ങനെയുള്ളതാണ് ഒപ്പേക്ക്. ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ നമ്മൾ അത് മിക്സ് ചെയ്ത് കളർ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് വിസിബിൾ ആയിരിക്കും. ഇത് ട്രാൻസ്പെറൻറ്റ് ബേസിക്കലി ഉപയോഗിക്കുന്നത് മറ്റേ ജ്വല്ലറി മേക്കിങ്ങിലൊക്കെയാണ്. റെസിൻ ജ്വല്ലേഴ്സൊക്കെ ഉണ്ടാക്കുന്നതിലാണ് അധികം ഉപയോഗിക്കുന്നത്. നമ്മൾ ബോർഡിൽ കാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഒപ്പേക്കായിരിക്കും ബെസ്റ്റ്. പിന്നെ നമ്മുടെ ആവശ്യം പോലെയാണ് അതിൻ്റെ നീഡ് മാറുന്നത്. ഞാനിവിടെ ഒപ്പേക്കിൻ്റെ റെസിൻ പിഗ്മെൻ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനൊരു ബ്ലൂ ഷെയ്ഡ് കുറച്ച് കൂടുതൽ പോലെ തോന്നിയതുകൊണ്ട് ഞാൻ ഇടയ്ക്കൂടെ കുറച്ച് വൈറ്റ് പിഗ്മെൻ്റ് കൂടെ ആഡ് ചെയ്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ആ ബ്ലൂവിനകത്തോട്ടല്ല ആഡ് ചെയ്തത്, സെപ്പറേറ്റ് വേറെ റെസിൻ. ഞാൻ ആദ്യം കുറച്ച് റെസിൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മിക്സ് ചെയ്തതിനകത്ത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അത് റെസിൻ വെച്ച് സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. ഓൾമോസ്റ്റ് ഒരു 24 hours എടുക്കും. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഞാൻ സെറ്റായ ശേഷം നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാമേ. ഇതാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന അക്രിലിക് പെയിൻറ്റും കളേഴ്സൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.